So hello guys, it's me Rajat. So welcome back to my channel already. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിറ്റ്. ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാവേ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ ആണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ഇൻ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Arduino, ultrasonic sensor, സർവോ മോട്ടർ. ഞാൻ ഈ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആർഡുയിനോയിലേക്ക് പവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കേബിൾ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 3 ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2 ഇവിടെയും പിന്നെ ഒരെണ്ണം ഈ സൈഡിലും അങ്ങനത്തെ ഹോൾസ് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നിടയ്ക്ക് ഞാൻ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞു. ബട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനൊക്കെ അഴിച്ചു. ഇതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് നമ്മൾ സർക്കുലർ ഷേപ്പിലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കോഡ് എടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഏത് സൈഡായാലും ഒരു കോഡ് എടുത്തതിന് ശേഷം ഏകദേശം ഇവിടെ നിന്ന് ഒരു കട്ട് ചെയ്ത് വരുമ്പോൾ 2 പീസായി കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തുറക്കാവുന്ന പാകത്തിലായി വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സർവോ മോട്ടർ ഈ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഞാൻ ഫ്ലെക്സ് ക്വിക്ക് എന്ന് പറയുന്ന പശയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യാം. ബട്ട് ഗ്ലൂഗൺ ഭയങ്കര വേസ്റ്റാണ്, ഒരു കാര്യമില്ല സാധനം. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ പറഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പശ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെയായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ സർവോ മോട്ടറിൻ്റെ വയർ ഇതിൻ്റെ അകത്തേക്ക് വിടാം. അതിനുശേഷം നമ്മുടെ അൾട്രാസോണിക് സെൻസർ എടുത്ത് കറക്റ്റ് ഈ ഹോളിൽ കൂടെ ഇങ്ങനെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും അൾട്രാസോണിക് സെൻസർ, അങ്ങനെ ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആർഡുയിനോ ഫിക്സ് ചെയ്തത് ഇവിടെയായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വയേഴ്സൊക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ഈ കാർഡ്ബോർഡിന് കറക്റ്റ് മേളിലായിട്ട് ഇവിടെ ഫിക്സ് ചെയ്തേനെ. അതായിരിക്കും ഒരു നല്ല പ്ലാൻ. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വാഷ് വേണ്ടി വരും. ഇങ്ങനത്തെ വളരെ ചെറുതായിട്ടുള്ളൊരു വാഷ് മതി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വഴിയെ കണ്ടോളൂ. ആദ്യം തന്നെ നമ്മൾ നൂലെടുക്കുക. നൂലെടുത്തതിന് ശേഷം നമ്മുടെ സർവോ മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഹോളിൽ കൂടി ഞങ്ങൾക്ക് എടുത്ത് വിടുക. അതിനുശേഷം നമ്മുടെ കാർഡ്ബോർഡിൽ ഒരു ഹോൾ ഉണ്ടാക്കുക. ഹോൾ ഉണ്ടാക്കി അപ്പുറത്തെ സൈഡിലേക്ക് വാഷ് ഇട്ടതിന് ശേഷം വാഷിലേക്ക് ടൈ ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവോ മോട്ടർ പിടിപ്പിച്ച ആ കാർഡ്ബോർഡ് എടുത്ത് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ടോപ്പിലായിട്ട് ഫിക്സ് ചെയ്യണം. അത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അതിനൊക്കെ മുമ്പ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവോ മോട്ടറും അൾട്രാസോണിക് സെൻസറും അതൊന്നും ആർഡുയിനോ ആയിട്ട് കണക്റ്റഡ് അല്ല. അതിൻ്റെ ഡയഗ്രാമും കാര്യങ്ങളും അടുത്തതായിട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വരെ പോകുക. ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ നമ്മുടെ ഡസ്റ്റ്ബിൻ ഫുൾ സെറ്റാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഒടുക്കത്തെ വയറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഡുയിനോ ഞാൻ ഈ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിവിടെ വെക്കായിരുന്നു, ബട്ട് വയർ ആവശ്യത്തിനില്ല. അതുകൊണ്ടാണ്. അകത്തൊക്കെ അത്യാവശ്യം നല്ല വയറിങ് ഒക്കെ ഉണ്ട്. ഈ
ഈ ഡസ്റ്റ്ബിൻ നല്ലോണം വർക്ക് ചെയ്തു. ഞാനിനി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഡസ്റ്റ്ബിൻ നിങ്ങൾ അതേമാതിരി കോപ്പി അടിച്ചുണ്ടാക്കരുത്. ലിറ്റിൽ ചെറുതായിട്ടൊരു ചേഞ്ച് ഒക്കെ വരുത്താം. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെയിം മെറ്റീരിയൽസും സെയിം കോഡിങ്ങും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേറെ പലതരം ലക്ഷക്കണക്കിന് സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് ഇനി നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ അതേമാതിരി കോപ്പി അടിച്ച് ഉണ്ടാക്കി വെക്കുന്നതിലല്ല കഴിവിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടാക്കുന്നതിനും ഒരു കഴിവുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ചേട്ടനായാലും ചേച്ചിയോടായാലും ഈ സാധനം 2 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി കാണിച്ചു തരാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. പലർക്കും ഓരോ യൂണിക് ആയിട്ടുള്ള കഴിവുണ്ട്. അത് ഉപയോഗിച്ചാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ till then, it's me Richard from Aldi signing out.